ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ലാസ്റ്റ് നമ്മുടെ പാർവതി സീരിയലിൻ്റെ സുന്ദരിയാണ്. കണ്ണുകളെ കണ്ടു കഴിഞ്ഞാൽ പല ആക്ട്രസ്സായിട്ട് നമുക്ക് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കണ്ണിൻ്റെ കാര്യം തന്നെ. പാർവതി ചേച്ചിയുടെ ആ ഒരു കണ്ണിൻ്റെ ചെറിയ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏത് പേര് പറഞ്ഞിട്ടുണ്ട്? സിനിമ നടി മിയ. പുള്ളിക്കാരിയുടെ ഒരു ഫേസ് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ഹിന്ദി പഴയ നടിമാരുടെ പേര് ഐ ഡോണ്ട് നോ. എനിക്ക് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു വേഷം ഇപ്പൊ ഈ ഒരു പാർവതിയിലാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ്. പേര് മുനീർ വിപിൻ എന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കമ്പാരിസം, അതായത് ഇപ്പം കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇപ്പം ഹീറോയിനും തന്നെ പറയാം. അത് താങ്കളിലേക്ക് വന്നപ്പോൾ എന്താണ് ആദ്യം മനസ്സുകൊണ്ട് ദൃഢമായിട്ടൊരു പ്രതിജ്ഞ എടുത്തത്? കാര്യം ഇത് നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടറിലേക്ക് കൊടുക്കണം. കാരണം നമ്മളെ വർക്ക് കണ്ടേ വേറൊരു വർക്കിലോട്ട് വിളിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാണ്ട് വേറൊരു ഇതും വെച്ച് ഇപ്പം അല്ലെങ്കിൽ മറ്റേ നെപ്പോട്ടിസം വേണം. നെപ്പോട്ടിസം ഇല്ലാതെ നമുക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞ ആ ഒരു ലെവൽ, ഇവർക്ക് വേണ്ട ഒരു ലെവൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അതുകൊണ്ടോ ചെയ്യാൻ പറ്റാതെ? എന്തോ അവർക്ക് ഇത് കുറച്ചും കൂടെ ഡ്രാമ വേണം, കുറച്ചും കൂടെ കേറ്റി ചെയ്യുന്നത്. എന്തിനാണ്? പാവം കുട്ടിയായിട്ടാണോ? വില്ലത്തിയ, കുശുമ്പത്തി, നെഗറ്റീവ് അങ്ങനെ. പക്ഷെ അത് എനിക്കത് മേയക്ക് പറ്റില്ല എന്ന് തോന്നുന്നല്ലേ? കുറച്ച് പാടാ, പക്ഷെ പറ്റിപ്പിച്ചെടുക്കും. വീട്ടിലെങ്ങനെയാ? ഞാൻ ഒറ്റ മോളാ. അച്ഛനും അമ്മയോടും ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഒറ്റ മോളാ. സോ എനിക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം തരുന്ന ഒരു ഫാമിലിയാ. സോ പ്രശ്നമില്ല. ഫ്രണ്ട്സ് പോലെയാ. ഞാൻ എവിടെ പോയാലും ആരുടെ പോകുന്നു എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. സോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം അച്ഛൻ അമ്മ കൂടെ ലൊക്കേഷനിൽ വരാറുണ്ടോ അതോ തനിയാണോ വരുന്നത്? അമ്മ ആദ്യം വരുമായിരുന്നു, പിന്നെ ഇപ്പൊ സ്ഥിരമായല്ലോ, എല്ലാരെയും അറിയാം. ഇപ്പൊ എന്നെ കൈൻഡ് ഓഫ് ഇവരെ ഏൽപ്പിച്ചു, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ 2 ഡോഗ്സ് ഉണ്ട് വീട്ടില്. സോ അവർക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ രാവിലെ വന്നാൽ രാത്രിയല്ലേ ഇവിടെ നിന്ന് പോകാൻ പറ്റും. അപ്പൊ അവർക്ക് ഫുഡ് അത് കാര്യങ്ങളൊക്കെ അച്ഛനും ജോലിക്ക് രാവിലെ പോയാൽ രാത്രിയാ വരാം. സോ അവരെ നോക്കാൻ ഒരാൾ വീട്ടിൽ വേണം. പെറ്റ്സ് ഇഷ്ടമാണോ? ഇതിനകത്തെ കഥാപാത്രത്തിന് ഒരു പല്ലവി അല്ലേ? പല്ലവി എന്നാണ് പാർവതിയുടെ അനിയത്തി. പുതിയ പാർവതിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ സ്റ്റാർട്ടിങ് തൊട്ടേ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല മേഘ? എങ്ങനെയുണ്ട് 2 പാർവതിയുടെ ഡിഫറൻസ് എങ്ങനെയുണ്ട്? ജെന്യുനായിട്ട് പറഞ്ഞാൽ മതി. കാര്യം അല്ല, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി ഓരോ ഇതാണല്ലോ. ബട്ട് ഞാൻ അറ്റാച്ച്ഡ് കൂടുതലും നിയുക്തയായിട്ടായിരുന്നു. കാരണം നമ്മൾ അനിയത്തി ചേച്ചി ആ ഒരു ബോണ്ടിൽ കുറെ 2-3 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരുടെ കല്യാണം കഴിയുന്നതും ഈ വീട്ടിലോട്ട് വരുന്നതും. അതിനുശേഷം നമുക്ക് സീൻസ് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് ഒരു 2 months ആവുള്ളൂ ഞാൻ വീണ്ടും ഈ വീട്ടിലോട്ട് വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന്. അപ്പോഴും ഷീ വാസ് ദെയർ ആൻഡ് വി വർ മിഗ്ലിംഗ് ഗുഡ്. സോ എനിക്കും ചേച്ചിക്കെന്ന് വെച്ചാൽ നമുക്കൊരു ബോണ്ടിങ് ഉണ്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പം ലക്ഷ്മി ആയിട്ട് ഇനിയും ടൈം എടുക്കും ആ ഒരു ലെവൽ കംഫർട്ടും ബോണ്ടിങ്ങും വരാൻ. കുറച്ച് ഫ്യൂ ഡേയ്സേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതിലും എനിക്കും ചേച്ചിക്കുള്ള കോമ്പിനേഷൻ ഭയങ്കര കുറവായിരുന്നു. അതും അടി കൂടുന്നതായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. സോ ടൈം എടുക്കും, ബട്ട് ഐ ലൈക്ക് ഹർ. ഷീ ഈസ് ഗുഡ്. ഷീ ഈസ് ഓൾസോ ട്രൈയിങ് ഹാർഡ്. ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട്. തീർച്ചയായിട്ടും അത് ലക്ഷ്മിയെ സംസാരിക്കുമ്പോഴും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ പല്ലവിയെ ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പല്ലവി ഇതിനകത്തൊരു ഹീറോയിൻ ആണെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ലക്ഷ്മി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ആ കുട്ടിയാണ് എൻ്റെ? അല്ലല്ല, അത് സെക്കൻഡ് ഹീറോയിനെയാണ്. ഹീറോയിൻ വേറെയാണ്. വന്നപ്പം ലക്ഷ്മിയാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഒരു ഹീറോയിനി ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വേർഡിലേക്ക് വരാനായിട്ട്? ഞാൻ ശ്രമിക്കാത്തതാണ്. എനിക്ക് അതിന് ഓഡിഷൻസിനെ വിളിച്ചിട്ടുണ്ട്, ഹീറോയിൻ റോൾസിന്. എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വന്നിട്ട് പോവാന്ന് വെച്ചാൽ ഓഡിഷൻ വിളിച്ചിട്ടുണ്ടോ? ഓഡിഷൻസിനെ വിളിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റില് മാളികപ്പുറം അതിലേതോ ഒരു ഇതിന് വിളിച്ചായിരുന്നു. പിന്നെ ഒരു വർക്കിൽ ഓൺ ആയതാ, ഹീറോയിനായിട്ട് ഓണായി. പിന്നെ ആ വർക്ക് കണ്ടിന്യൂ ആയില്ല. ലൈക്ക് പൂജ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ടൈം എവരിവണിന്റെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സംസാരിച്ചോ? കാര്യം ഇത് എത്രാമത്തെ ഇന്റർവ്യൂ? ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല. ഇത്രയും ദിവസം മുങ്ങി നടന്നേ. ഞാൻ ചോദിച്ചല്ലോ, നായിക
പദം എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത്? എനിക്ക് കോൺഫിഡൻസ് കുറവാണ്. കാരണം ഇപ്പം മൂവീസ് എന്ന് പറഞ്ഞാൽ ഹീറോ ബേസ്ഡ് ആണ്, സീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹീറോയിൻ ബേസ്ഡ് ആണ്. സോ ഒരു സീരിയൽ വിജയിക്കണമെങ്കിൽ ഹീറോയിൻ ആണ് മെയിൻ. അപ്പം എന്നെ വിളിച്ച് അവർക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് വിളിച്ചത്. പക്ഷേ തിരിച്ചും എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് വരെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിലോട്ട് തിങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് ക്യാരക്ടർ നായികയായിട്ട് വരുമ്പോഴത്തേനും ഒത്തിരി ഡിഫറൻസ് കാണും അഭിനയത്തിലും. അത് കാണും, ഇല്ല എന്നല്ല. ബട്ട് എൻ്റെ ഈ ക്യാരക്ടറിൽ എനിക്ക് എല്ലാവിധ എക്സ്പ്രഷൻസും ഉണ്ട്. പാവം, കരയുന്നത്, എല്ലാം ഉണ്ട്. കള്ളിയാണോ? കള്ളത്തരം കാണിക്കാറുണ്ട്, കള്ളക്കരച്ചിൽ കരയാറുണ്ട്. അപ്പം എനിക്ക് നെഗറ്റീവ് ഇഷ്ടം അതുകൊണ്ടാണ്. നമുക്ക് പഠിക്കാൻ ഒരു എന്താ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ നെഗറ്റീവ് കാരണം നമുക്ക് എല്ലാ എന്താ പറയാ വാരി വിതറാം, എന്തും ഇടാം. നമുക്ക് കൂടുതലും ഹാൻഡ് മൂവ്മെന്റ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഐ ഹാവ് ടു ലൈക്ക് എനിക്ക് അതൊക്കെ ഇനിയും പഠിച്ച് You have to much more. Yes, I have to be better. ഈ സംസാരം കുറച്ച് സംസാരിക്കുന്ന ആളാണോ? ടോക്കറ്റീവ് അല്ല? ടോക്കറ്റീവ് ആണ് അറൗണ്ട് മൈ ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ ക്ലോസ് ഫ്രണ്ടാന്ന് വിചാരിച്ച് സംസാരിക്കാം നമുക്ക്. കാരണം വെച്ചാൽ നമ്മുടെ മൂവി വേൾഡ് മീഡിയയിൽ ഇങ്ങനെയല്ല. കാരണം വെച്ചാൽ റിനി ഇതിനേക്കാളും കുറച്ചും കൂടെ പയ്യാണ് സംസാരിക്കുന്നത്. അതിൽ കുറച്ച് ഡൗൺ ആയിട്ട് സംസാരിക്കുമ്പോഴേ ഇരിക്കുന്ന ഇൻ്റർവ്യൂവറിന് കുറച്ച് ഡെസ്പായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ സീരിയലിന് മാത്രമല്ല, ഇപ്പം പേഴ്സണൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഈ എല്ലാവരുടെയും ചോദ്യമുണ്ട്, നാട്ടുകാരെല്ലാം ചോദ്യം കല്യാണം എപ്പോഴാണ്. പക്ഷെ ഞാനത് ചോദിക്കുന്നില്ല, നായിക എപ്പോഴാവുന്നത്? ഉടനെ ആവണം, ഒരു 2 ഇയേഴ്സിനകത്താവണം. ഈ വേറെ എന്തെങ്കിലും MBA ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടുകാർക്ക് അതാണ് കൂടുതൽ താല്പര്യം. സോ അഥവാ അതിലോട്ട് പോവുകയാണെങ്കിൽ ഇല്ല, ഇതിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ കയറി വരും. MBA ചെയ്യുന്നുണ്ട്, കൂടെ പഠിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യണ്ട, എനിക്ക് കോളേജിൽ പോയി ചെയ്യണം. കാരണം അതിന് നല്ല വാല്യൂ ആണ്. പിന്നെ നമുക്ക് എന്തായാലും പഠിക്കുന്ന കാര്യം നേരെ പഠിക്കാം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ആയിട്ട് എത്ര വർഷമായി? കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയി. 21 വയസ്സേ ആവുന്നുള്ളൂ. കുഴപ്പമില്ല, 22. അപ്പോൾ 2 വർഷം അങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഒരു നല്ലൊരു നായിക ആവാനുള്ള എല്ലാ അപ്പിയറൻസും അതുപോലെ തന്നെ ഭാവങ്ങളും എളിമയൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതാവട്ടെ. പഠിത്തം വേണം തീർച്ചയായിട്ടും. നമുക്ക് സീരിയൽ ഒരു സമയം വരെ ഉള്ളൂ. സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് കുറച്ചും കൂടെ കാലാവധി ഉണ്ടെന്ന് പറയാം, ഡ്യൂറേഷൻ ഉണ്ടെന്ന് പറയാം അല്ലേ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് മിക്കതും നിൽക്കാനാണല്ലോ പതിവുള്ളത്. അങ്ങനെ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അല്ല, സീരിയൽ ശാശ്വതമല്ല, സോ അതുകൊണ്ട് പഠിക്കണം എന്ന്. സീരിയൽ ശാശ്വതമാക്കിയ ഒത്തിരിയും താരങ്ങളുണ്ടല്ലേ, ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുമാണ്. പക്ഷെ അവർ ജോലി കളഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോട്ട് വന്നത്? അല്ല, അതല്ല നിങ്ങൾക്ക് വന്നത്. എനിക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് പഠിക്കും. അപ്പം എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം വന്നു, ട്രൈ ചെയ്തു, പയ്യെ കയറി. അപ്പം എനിക്ക് പിന്നെ ഇത് പാഷനും അതെന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രൊഫഷനുമായിട്ട് എടുക്കാനായിരുന്നു താല്പര്യം. അപ്പം ഇപ്പം ഐ ആം ലൈക്ക് ഫുൾഫില്ലിങ് മൈ പാഷൻ. പ്രൊഫഷൻ അല്ലാണ്ട് നോക്കണമല്ലോ. സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സലീം കുമാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവന്മാരെ പഠിപ്പിച്ച് LLB എടുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എടുക്കട്ടെ, ഒരു പ്രൊഫഷൻ ഉണ്ട് കയ്യിൽ, പിന്നെ ആക്ടിങ്ങിലോട്ട് വല്ല കുഴപ്പമില്ല. അതുപോലെ MBA എന്ന് പറയുന്ന ഒരു നമ്മളൊരു ഗ്രാജുവേഷൻ എടുത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് അതിന് ശേഷം അഭിനയത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? അഥവാ MBA എടുത്തതിന് ശേഷം? അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലാവൂ? ഭയങ്കര ഗ്യാപ്പ് ആവില്ല? നമ്മളൊന്ന് സ്ക്രീൻ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ കോൾസ് വരും. ഇപ്പം ഞാൻ 2 സീരിയൽ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കോൾസ് വരാറുണ്ട്, ചെയ്യുന്നു. കണ്ടിന്യൂസ് ആൾക്കാർ കൺട്രോളേഴ്സ് കാണുന്നുണ്ടായിരിക്കും അല്ലെ? പ്രൊഡ്യൂസർ ഡയറക്ടറും കാണുന്നുണ്ടായിരിക്കും. ഒരു സീരിയൽ ഏതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാർവതിയും കോൺസ്റ്റബിൾ മഞ്ജുസ്. അതിനകത്ത് എന്ത് കഥാപാത്രം? അതിനകത്ത് ഹീറോയിന്റെ സിസ്റ്റർ എല്ലാം നമ്മൾ സബ്ബായിട്ടുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നല്ലേ അത്. പക്ഷേ നമ്മൾ നായികയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 വർഷം വരെയൊക്കെ പോകുന്ന സീരിയലാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്തും മുഴുനീള കഥാപാത്രമല്ലേ? ത്രൂ ഔട്ടായിട്ട് ഒരു മാസത്തിൽ എത്ര ദിവസം നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ട്? ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് വെച്ച് ചേച്ചി വീട്ടിൽ വന്ന് ഞാൻ ആ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഡേറ്റ്സ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പം 2 മാസമായിട്ട് എനിക്കൊരു 8 to 10 days ഉണ്ട്. ഈ 10 ദിവസം കണ്ടിന്യൂസ് ഇവിടെ പോയി വരുമോ അതോ? പോയി വരും, വീട് അടുത്ത് തന്നെയാണ്.
ഇപ്പം എനിക്ക് തോന്നുന്നു മേഘയുടെ അടുത്ത് എനിക്ക് അധികം ചോദിക്കാനൊന്നുമില്ല, ചോദ്യങ്ങളൊന്നുമില്ല. കാര്യം മേഘ എന്ത് പറഞ്ഞാലും ഒരു വൺ ആൻസർ അല്ലെങ്കിൽ വൺ ഷോട്ട് ആൻസർ എന്ന് പറയുന്ന പോലെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. നല്ല സ്മൈൽ കേട്ടോ. സ്മൈലും അതുപോലെ ഏതോ ഒരു നായികയുടെ കൂട്ടുണ്ട്. കാര്യം എന്തെങ്കിലും പറയണ്ട തിരിച്ച്, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴെല്ലാവരും പറഞ്ഞു മേഘ ഒരു പ്രാങ്ക് തരാൻ പറഞ്ഞു. മേഘ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ കരയുന്ന ആളാണോ? പെട്ടെന്ന് കരയുന്ന ആളാണോ? അതെന്തിനാ അങ്ങനെ? അത് ആ ഒരു പശ്ചാത്താപം കൊണ്ടാണോ? അയ്യോ അങ്ങനല്ല. ലൈക്ക് എന്താ, എനിക്ക് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചെറിയ കാര്യത്തിനൊന്നും ദേഷ്യം വരൂല. എന്തെങ്കിലും വലുത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വല്ലതും ആണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും അയ്യോ വേണ്ടായിരുന്നു,